പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. ഇന്ന് വളരെ ലാഭകരമായിട്ട് ഒരു വീടും സ്ഥലവും കൂടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടോ ചുറ്റുപാടും വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ല ആലത്തൂർ വടക്കഞ്ചേരി. അപ്പോൾ വടക്കഞ്ചേരി പറയുമ്പോൾ വടക്കഞ്ചേരിയിൽ നിന്നും തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് വടക്കഞ്ചേരിയിൽ നിന്നും മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ. ഈ കൊന്നക്കൽ കടവ് പറയുന്നത് മെയിൻ ബസ് റൂട്ടാണ്. ആ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 450 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ വീട്ടിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ചുറ്റുപാടും വീടുകളുണ്ട്. 25 സെൻറ്റ് സ്ഥലം, 650 സ്ക്വയർ ഫീറ്റ് വീട്. വീടിന് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമാണ് ഉള്ളത്. ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വീടാക്കി മാറ്റാൻ പറ്റും. വീടിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം. 16 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ വില. ഒരു അർജൻറ്റ് വിൽപ്പന. 25 സെൻറ്റ് സ്ഥലം, 650 സ്ക്വയർ ഫീറ്റ് വീട്, 16 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലാസ്റ്റ് ഫിക്സഡ് വിലയാട്ടോ 16 ലക്ഷം രൂപ. ഇതിനകത്ത് 25 സെൻറ്റ് സ്ഥലത്ത് ഒരു 50 റബ്ബറുണ്ട്, 4 തെങ്ങ് എന്നിങ്ങനെയാണ് വരുന്നത്. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ആ റബ്ബർ വെട്ടിയിട്ട് തന്നെ ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ കാണുന്ന വീടിന് 90% ലോൺ സൗകര്യം ലഭ്യമാണ്. ഇപ്പം നിലവിൽ ലോണില്ല, ഞങ്ങൾ ലോൺ ഇട്ട് തരുന്നതായിരിക്കും ലോൺ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. വീഡിയോ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. വീട് വാങ്ങിക്കുവാനും സ്ഥലം വാങ്ങിക്കുവാനും ബിസിനസ് ലോണാണെങ്കിലും എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. ലോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ശുഭദിനം.